ഹ്യുനുവും ഹെയ്നെ പലതവണ കോൾ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ ഉൻസിങ്ങും ഹെയ്ൻ അറിയാതെ അവളുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്നു. നീ സാധാരണ എല്ലാവരുടെയും അടുത്ത് ദേഷ്യപ്പെട്ടിട്ടാണല്ലോ സംസാരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നിന്നെ വിവാഹം കഴിച്ച നിന്റെ ഹസ്ബൻഡ് എങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ ഉൻസിങ്ങും ഹെയ്ൻ്റെ അടുത്ത് ചോദിക്കുന്നു. അവന് വളരെ നല്ലൊരു വ്യക്തിയാണ്. നീ തന്നെ കണ്ടതല്ലേ, അന്ന് അത്രയ്ക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സമയത്ത് പോലും അവൻ എന്നെ രക്ഷിക്കുവാനാണ് നോക്കിയത്. ഹെയ്ൻ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഉൻസിങ് ഒരു ചിരിയൊക്കെ ചിരിക്കുന്നു. ഒന്നും വിചാരിക്കാതെ പെട്ടെന്ന് നിന്റെ മുമ്പിലേക്ക് ചാടി വീണിട്ട് അവൻ നിന്നെ രക്ഷിച്ചു എന്നാണോ നീ വിചാരിക്കുന്നത്? ഒരിക്കലുമല്ല. അവനും അതിനെ ഷൂട്ട് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ മടിച്ചായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഒരു തീരുമാനമൊക്കെ എടുത്തിട്ട് നിന്റെ മുമ്പിലേക്ക് അവൻ വന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഉൺസിങ്ങും പറയുന്നു. ഹ്യുൻവുവും ഹെയ്നെ വീണ്ടും വീണ്ടും കോൾ ചെയ്ത് വീട്ടിൽ വരെ എത്തിയിരിക്കുകയാണ്. പക്ഷെ വീട്ടിലും ഹെയ്ൻ ഉണ്ടായിരുന്നില്ല. ഇതാണ് നീയും എന്റെ ഹസ്ബൻഡും തമ്മിലുള്ള വ്യത്യാസം. നീയാകട്ടെ അകലെ നിന്നുകൊണ്ട് എന്റെ ഹസ്ബൻഡ് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കി നിന്നു. പക്ഷെ എന്റെ ഹസ്ബൻഡ് ആകട്ടെ എന്നെ ആയിരുന്നു നോക്കിയത്. അവൻ എന്നെയാണ് രക്ഷിച്ചത്. ഹെയ്ൻ അങ്ങനെ ഒരു മറുപടിയൊക്കെ നൽകുമെന്ന് ഉൻസിങ് ഒരിക്കലും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ഉൻസിങ് ചോദിക്കുമ്പോഴത്തേക്കും ഉണ്ട് എന്ന വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയൊക്കെ ഹെയ്ന് നൽകുകയാണ്. എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല നല്ല കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒന്നല്ല പ്രണയമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതൊരു വേദന ഉണ്ടായാലും രണ്ടുപേരും ഒന്നിച്ച് ആ ഒരു വേദന സഹിക്കുക. ആ ഒരു സമയത്ത് പങ്കാളിനെ ഉപേക്ഷിച്ചു പോകാതെ കൂടെ നിൽക്കുക. കൂടെയുള്ള ആൾക്ക് വലിയൊരു കടമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അയാളെ ഉപേക്ഷിച്ച് പോകാതിരിക്കുക. അതൊക്കെയാണ് പ്രണയമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവൻ ഉറപ്പായിട്ടും എന്നെ പ്രണയിക്കുന്നുണ്ട് എന്ന് ഹെയ്നും അറിയിക്കുന്നു. ഹെയിന്റെയും ഹ്യുനുവിന്റെയും ഇടയ്ക്ക് സംശയത്തിന്റെ വിത്തൊക്കെ വിതയ്ക്കുക എന്നതായിരുന്നു ഉൺസിങ്ങിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അവനും ഈ ഒരു കാര്യം പറയുമ്പോൾ പോലും നീ ഒട്ടും തന്നെ കോൺഫിഡന്റ് അല്ല എന്നൊക്കെ ഹെയ്നോടും പറയുന്നു. ഹെയ്നെ കാത്ത ഹ്യുനുവും വീടിന് വെളിയിലായിട്ടൊക്കെ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഹെയ്ന്റെ കാറെത്തി കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്നും ഉൺസിങ് ആയിരുന്നു പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഹെയ്ൻ എന്തെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവളും ഒരുപാട് മദ്യപിച്ചിട്ടിരിക്കുകയാണ് എന്ന മറുപടി ഉൺസിങ്ങും നൽകുന്നു. ഹ്യുൻവുവും ഹെയ്നെ നോക്കുമ്പോഴത്തേക്കും അവളും ബോധമില്ലാതെ കിടന്നുറങ്ങുകയായിരുന്നു. ഹെയ്ൻ സാധാരണ മദ്യപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കിടന്നുറങ്ങാറൊക്കെയുണ്ട്. ഒരു 10 മിനിറ്റ് കൂടി നീ വെയിറ്റ് ചെയ്യുക, ആ നേരം കൊണ്ട് അവൾ എണീറ്റോളും. നീ അകത്ത് പോയി വിശ്രമിച്ചോ, ഞാനും അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നോളാം എന്നൊക്കെ ഉൺസിങ് പറയുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ അവളിങ്ങനെ മദ്യപിക്കാറൊന്നും ഉള്ളതല്ല. പക്ഷെ ഇത്രയ്ക്ക് ബോധമില്ലാതെ കിടന്നുറങ്ങണമെങ്കിൽ അവളെ എത്രത്തോളം നീ കുടിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ ആയിരുന്നു ദേഷ്യത്തോടു കൂടി തന്നെ ഹ്യുൻവുവും ചോദിക്കുന്നത്. അവരങ്ങനെ ബഹളമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഹെയ്നും എണീക്കുകയാണ്. അവളും നാളെ കാണാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇന്നലെ നീയും ഹെർമാനുമായിട്ടുള്ള മീറ്റിംഗ് ഒക്കെ വെച്ചത്, ഇനി എന്തിനാണ് നാളെ കാണുന്നതെന്നൊക്കെ ഹ്യുൻവുവും ചോദിക്കുന്നു. അപ്പോഴായിരുന്നു ഹെർമാൻ ഇന്ന് വന്നില്ല എന്നും ഞാനും ഹെയ്നും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുമുള്ള കാര്യമൊക്കെ ഓൺസിങ്ങും ഹ്യുനുവിനെ അറിയിക്കുന്നത്. പിന്നെ നീ സാധാരണ മദ്യപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും ഓറഞ്ച് ജ്യൂസ് ഒക്കെ അല്ലേ കുടിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അത് കുടിക്കാനായിട്ട് മറക്കേണ്ടെന്നും കൂടി ഉൺസിങ് അവളുടെ അടുത്ത് പറയുകയാണ്. ഹെയ്നെ നന്നായി നോക്കണമെന്ന് ഉൺസിങ് ഹ്യുനുവിന്റെ അടുത്തും പറയുന്നു. പക്ഷെ അതൊക്കെ കേട്ട് ദേഷ്യം വരുന്ന ഹ്യുനുവോ ആകട്ടെ അവനോട് കാറിലൊക്കെ കയറിയിരുന്നോ, നിന്നെ വീട് വരെ കാറുകാരൻ എത്തിക്കുന്നതായിരിക്കുമെന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ഇത്രയും കാലം ആളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതമൊക്കെ ആയിരുന്നു ഞാൻ നയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പോലും ഒരു കാര്യവും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇതുവരെ ഞാൻ ചെയ്യാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും പുതിയതായിട്ട് ചെയ്യുവാനായിട്ട് പോകുകയാണെന്ന് ഹെയ്നും ഹ്യുനുവിനെ അറിയിക്കുന്നു. എനിക്ക് എന്തായാലും 3 മാസം കൂടിയല്ലേ ഇനി ആയുസുള്ളൂ. അതുകൊണ്ട് തന്നെ എന്നെ ചതിച്ച പലരെയും എനിക്ക് കൊല്ലേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആളുകളൊക്കെ ഒന്ന് കഴിയുമ്പോഴത്തേക്കും നീ വേണം ആ ഒരു കേസൊക്കെ വാദിക്കുവാൻ. എങ്ങനെയൊക്കെ പോയാലും 3 മാസത്തെ ട്രയൽ എങ്കിലും നടക്കുന്നതായിരിക്കും. ആ ഒരു സമയം കൊണ്ട് ഞാൻ മരിക്കുകയും ചെയ്യും. അത് വളരെ നല്ലൊരു ഐഡിയ ആണെന്നുള്ള കാര്യമൊക്കെ ഹെയ്നും ഹ്യുനുവിനെ അറിയിക്കുന്നു. ഹ്യുനുവും ഹെയ്ന്റെ ബാഗൊക്കെ പേടിച്ചിട്ട് അവളെ നോക്കി കഴിയുമ്പോഴത്തേക്കും നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ഒരിക്കലും എന്നെ ചതിക്കുകയില്ല എന്ന കാര്യം എനിക്ക് നന്നായി തന്നെ അറിയാമെന്ന് അവളും അറിയിക്കുന്നു. ഇനി അവളുടെ ബാഗിന്റെ അകത്തൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കുമാണ് ബാഗിൽ ഫോൺ ഇല്ല എന്ന കാര്യമൊക്കെ ഹ്യുനുവും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിന്റെ ഫോൺ എവിടെയാണ്? ഞാൻ ഒരുപാട് തവണ നിന്നെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലോ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ എന്നൊക്കെ അവൻ പറയുന്നു. അപ്പോഴായിരുന്നു അവളും ഫോൺ കയ്യിലില്ല എന്ന കാര്യമൊക്കെ മനസ്സിലാക്കുന്നത്. അവളത് കാറിൽ വെച്ച് മറന്നു എന്ന് പറയുമ്പോഴത്തേക്കും അവൻ ഓടിപ്പോയി കാറുകാരനൊക്കെ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവളുടെ പോക്കറ്റിൽ നിന്ന് അവൾക്ക് ഫോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് അവളും ഫോൺ സ്വിച്ച് ഓൺ ആക്കുന്നു. പക്ഷെ ഓൺ ആക്കുമ്പോഴത്തേക്കും ഒരുപാട് മെസ്സേജസ് ഒക്കെ തേരെ അവളുടെ ഫോണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ചേച്ചി അയച്ച മെസ്സേജ് ഒന്നും അവൾ കാണാതിരിക്കുവാനായിട്ട് അവനും ഓടിപ്പോയി അവളുടെ കയ്യിലൊക്കെ പിടിക്കുമ്പോഴത്തേക്കും അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ തെറിച്ചു പോകുന്നു. എന്തുകൊണ്ടാണ് നീ എന്റെ കയ്യിലൊക്കെ കയറി പിടിച്ചതെന്ന് അവൾ ചോദിക്കുമ്പോഴത്തേക്കും നിനക്ക് ഫോൺ കിട്ടിയില്ലേ, അതിന്റെ സന്തോഷം കൊണ്ട് കയ്യിൽ പിടിച്ചതാണെന്നായിരുന്നു അവനും മറുപടി നൽകിയത്.
ഹ്യുനുവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ ഹെയ്ൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അത് കോൺഫിഡൻസോട് കൂടി പറഞ്ഞ ഒന്നല്ല എന്നൊക്കെ കുൻസിങ്ങും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അവളും അതിനെക്കുറിച്ച് ആലോചിക്കുന്നു. എന്തുകൊണ്ടായിരുന്നിരിക്കാം ഞാൻ അത്രയ്ക്ക് കോൺഫിഡന്റ് അല്ലാതെ പോയതെന്ന് അവൾ ഓർത്തതിന് ശേഷം അവളും ഇപ്പോൾ തന്നെ പുതിയ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണെന്ന് പറഞ്ഞ് അവനെയും കിസ് ചെയ്യുന്നു. ആ ഒരു സീനോട് കൂടി ക്വീൻ ഓഫ് ടീയേഴ്സിന്റെ തേർഡ് എപ്പിസോഡ് അവസാനിച്ചതിന് ശേഷം മറ്റൊരു സീൻ കൂടി കാണിക്കുകയാണ്. 3 വർഷം മുമ്പ് ഹെയ്നും ഹിനുവും കൂടി ചേർന്നിട്ട് ഹണിമൂണൊക്കെ ആഘോഷിക്കുവാനായിട്ട് ജർമ്മനിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഹാപ്പി ഫ്രണ്ട്സിന്റെ കഥയൊക്കെ നീ കേട്ടിട്ടുണ്ടോ എന്ന് ഹിനുവ് ചോദിക്കുമ്പോഴത്തേക്കും ഹെയ്നും ആ ഒരു ബുക്കൊക്കെ വായിച്ച സമയത്താകട്ടെ തന്റെ വീട് വിട്ടു പോകുകയാണെങ്കിൽ ഒരുപാട് ദുരിതമൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്ന ഒരു സത്യമായിരുന്നു താനും ആ ഒരു ബുക്കൊക്കെ വായിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ആ ഒരു ഹാപ്പി പ്രിൻസ് ഒക്കെ ജീവിച്ച സ്ഥലമാണ് ഇതേന്ന് പറഞ്ഞ് ഒരു പാലസ് കൂടി അവൻ കാണിച്ചു കൊടുക്കുന്നു. അവന്റെ കയ്യിലുണ്ടായിരുന്ന രത്നങ്ങളും കണ്ണുപോലും അവന് കൊടുക്കേണ്ടതായിട്ട് വന്നില്ലേ എന്നൊക്കെ ഹിൻ ചോദിക്കുമ്പോഴത്തേക്കും അതുകൊണ്ടാണ് അവനെ ഹാപ്പി പ്രിൻസ് എന്ന് പറയുന്നത്. ഹ്യുനു അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും അവൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പായിരുന്നു അവന്റെ സ്വഭാവമൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഒരിക്കലും മരിക്കാൻ പോകുകയാണെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ സ്വഭാവം മാറ്റേണ്ടതായിട്ടില്ല. മറിച്ച് ജീവിതകാലം മുഴുവൻ നമ്മൾ ഒരേ സ്വഭാവത്തോടു കൂടി വേണം ജീവിക്കുവാനെന്ന് ഹെയ്നും അവന് പറഞ്ഞു കൊടുക്കുന്നു. ഹെയ്നും ഇപ്പോൾ കമ്പനിയിലുള്ള വർക്കേഴ്സിന്റെ ഫാമിലിനെ സഹായിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. നേരത്തെ ഒരു എംപ്ലോയി ബാത്റൂമിൽ വെച്ച് കരയുന്നതൊക്കെ അവൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എങ്കിൽ പോലും അവളും അവളുടെ സ്വഭാവത്തിൽ ഒരു സിമ്പതിയും കൊണ്ടുവന്നിട്ടില്ല എന്ന രീതിയിലേക്കാണ് സംസാരിക്കുന്നത്. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു എംപ്ലോയിയുടെ ഫാമിലിക്ക് ക്യാൻസർ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ നന്നായി വർക്ക് ചെയ്യുവാൻ പോലും സാധിക്കുകയില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും നന്നായി പ്രൊഡക്ട്സ് ഒന്നും വിൽക്കുവാനും സാധിക്കുകയില്ല. എനിക്ക് നഷ്ടവും വരും. എങ്ങനെ ഞാൻ കൂടുതൽ പണം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ബാത്റൂമിലിരുന്ന് അവർ കരഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവരുടെ മുഖത്തുള്ള മേക്കപ്പ് പോകും. പിന്നെ അവരുടെ ആ ഒരു സൗന്ദര്യവും പോകും. ഞാൻ ആരെയും സഹായിക്കുവാൻ വേണ്ടി അല്ല ഇങ്ങനെ ഒരു കാര്യമൊക്കെ ചെയ്യുന്നത്. മറിച്ച് എന്റെ കമ്പനി കുറച്ചുകൂടി നേട്ടത്തിലൊക്കെ കൊണ്ടുവരുവാനായിട്ടാണെന്നായിരുന്നു ഹെയ്നും സെക്രട്ടറിയുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ ക്വീൻ ഓഫ് ടിയേഴ്സിന്റെ തേർഡ് എപ്പിസോഡൊക്കെ അവസാനിച്ചതിന് ശേഷം ഫോർത്ത് എപ്പിസോഡ് തുടങ്ങിയിരിക്കുകയാണ്. ഹെയ്നും ഹ്യുനുവിനെ കിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ഫോണിലും 1% മാത്രമേ ചാർജ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകുന്നു. ഹെയ്നും സ്റ്റെപ്പ് വഴി നടന്നു പോകുമ്പോഴത്തേക്കും അവളുടെ കയ്യിലുള്ള ഫോണൊക്കെ കിട്ടുവാൻ വല്ല ചാൻസും ഉണ്ടോ എന്ന് അറിയുവാനായിട്ട് ഹ്യുനുവും അവളുടെ പിറകെ തന്നെ പോകുന്നു. അവളും റൂമിലേക്ക് കയറുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നീ ഉറങ്ങാൻ പോകുകയാണോ എന്നൊക്കെ അവളുടെ കയ്യിൽ പിടിച്ച് അവൻ ചോദിക്കുന്നുമുണ്ട്. അവളും തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുന്നു. ഫോണൊക്കെ എത്രയും വേഗം ചാർജ് ചെയ്യുന്നതായിരിക്കും. അതിനു മുമ്പേ ഫോൺ കൈക്കലാക്കി മെസ്സേജ് ഡിലീറ്റ് ചെയ്യണമെന്നായിരുന്നു അവൻ വിചാരിക്കുന്നത്. അവന് തന്റെ ഒപ്പം ഒരേ റൂമിലൊക്കെ കിടക്കുവാനായിട്ട് താല്പര്യമുണ്ട് എന്ന് ഹെയ്നും വിചാരിക്കുന്നു. ഹെയ്നും ഫോണൊക്കെ കുത്തിയിട്ടിട്ട് കുളിക്കുവാനായിട്ട് പോകുകയാണ്. അവളും കുളിക്കുകയാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും പതിയെ ഹ്യുനുവും റൂമിന്റെ അകത്തേക്ക് കയറി വരുന്നു. ഫോൺ കുത്തിയിട്ടിരിക്കുന്നത് അവന്റെ ശ്രദ്ധയിൽ പെടുകയാണ്. അവനും ഫോൺ സ്വിച്ച് ഓണൊക്കെ ആക്കുന്നു. ഹെയ്ന്റെ ബർത്ത്ഡേയും ഹ്യുനുവിന്റെ ബർത്ത്ഡേയും ആനിവേഴ്സറിയും അങ്ങനെ പല പല പാസ്വേഡൊക്കെ അടിച്ചു നോക്കുന്നുണ്ടെങ്കിലും ഫോൺ അൺലോക്ക് ആക്കുന്നുണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിലായിട്ട് സംശയം തോന്നുന്ന അവനും മറ്റൊരു ഡേറ്റ് ഒക്കെ അടിച്ചു നോക്കുമ്പോഴത്തേക്കും ഫോണും അൺലോക്ക് ആക്കുന്നു. പിന്നീട് അവനും പെട്ടെന്ന് തന്നെ ചേച്ചിയുടെ മെസ്സേജ് ഒക്കെ നോക്കിയിട്ട് ആ മെസ്സേജസും ഡിലീറ്റ് ചെയ്ത് കളയുന്നു. പക്ഷെ കുളിച്ചു കഴിഞ്ഞിട്ടെത്തുന്ന ഹേനും റൂമിൽ ഹിനുവോ ഉള്ളത് കാണുകയാണ്. എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നീ ഉറങ്ങി കാണുമോ എന്നറിയുവാനായിട്ടായിരുന്നു ഞാൻ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഹെയ്ന്റെ അടുത്ത് ഹിനുവോ പറയുമ്പോഴത്തേക്കും നിനക്ക് ഉറക്കം വരാത്തത് കൊണ്ട് തന്നെ എന്റെ ഒപ്പം കിടന്നുറങ്ങുവാനായിട്ടല്ല നീ വന്നതെന്നൊക്കെ അവള് ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ അങ്ങനെ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. അവളും നമുക്ക് ഇന്നലെ സംസാരിച്ചിരിക്കാമെന്നൊക്കെ അവന്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ പോലും നീ മദ്യമൊക്കെ കുടിച്ചിട്ട് ആകെ ക്ഷീണിച്ചിരിക്കുകയല്ലേ, നീ റെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞ് അവൻ പെട്ടെന്ന് തന്നെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോക്കുകയാണ്. തന്നെ അവൻ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഹെയ്നും തെറ്റിദ്ധരിക്കുകയാണ്. ഹെയ്ൻ 4 ആഴ്ച പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അവരും ഡോക്ടറെ കാണുവാനായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ കുട്ടി എന്നാളും ജനിക്കുക എന്നൊക്കെ ഡോക്ടർ പറഞ്ഞ ദിവസമായിരുന്നു അവളും പാസ്വേഡ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നതും. അന്ന് അവർ ഒരുപാട് സന്തോഷത്തിലുമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു റൂം മുഴുവൻ തന്നെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്തും അവർ വെക്കുന്നുണ്ട്. അവനും ഒരു നക്ഷത്രമൊക്കെ മുകളിൽ വെച്ചതിന് ശേഷം ലൈറ്റൊക്കെ ഓഫാക്കി കഴിയുമ്പോഴത്തേക്കും റൂം മുഴുവൻ നക്ഷത്രം കൊണ്ട് നിറയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് വരെ സെറ്റാക്കി വെച്ചിട്ടുമുണ്ടായിരുന്നു. ഇപ്പോൾ അവൻ ലൈറ്റൊക്കെ ഓഫാക്കി നോക്കുമ്പോഴത്തേക്കും ഒരു നക്ഷത്രം മാത്രം അവിടെ അവശേഷിക്കുന്നതും അവൻ ശ്രദ്ധിക്കുന്നു. ആരോടും ഒന്നും പറയാതെ പെട്ടെന്ന് ഹെയ്നെ കാണുവാനായിട്ട് ചേച്ചിയും ചേട്ടനും കൂടി പോയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മയും ഇപ്പോൾ ആകെ ദേഷ്യപ്പെടുകയാണ്. പക്ഷെ ചേച്ചി ആകട്ടെ ഇതുവരെയായിട്ട് ഹെയ്ൻ എന്റെ നമ്പർ ഒന്നും സേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എന്നെ അവൾ മെസ്സഞ്ചറിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അവൾക്ക് മെസ്സേജസും അയക്കുവാനായിട്ട് സാധിക്കും. അത്രയും പറഞ്ഞ് അവളും ആകെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്.
പിന്നെ ഹ്യുനുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവന് ഡിവോഴ്സ് ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ മിക്കവാറും ഡിവോഴ്സ് ഒന്നും ചെയ്യുന്നതായിരിക്കുകയില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അമ്മയും പണ്ട് നടന്ന ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ ഓർക്കുകയാണ്. ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരുന്ന സമയത്ത് ഹേന്റെ അമ്മയും പെട്ടെന്ന് അകത്തേക്കൊക്കെ കയറി പോയിട്ടുണ്ടായിരുന്നു. പിറകെ ചെല്ലുന്ന ഹ്യുനുവിന്റെ അമ്മയും ഹേന്റെ അമ്മയോട് സംസാരിക്കുന്നു. ഹെയ്ൻ ഇത്രയ്ക്ക് പണക്കാരി ആയിരുന്നു എന്ന കാര്യമൊന്നും ഹ്യുനുവിന് അറിയുകയില്ലായിരുന്നു. അവളും പാവപ്പെട്ട വീട്ടിലാണെന്നൊക്കെയാണ് ഞങ്ങളോട് ആദ്യം പറഞ്ഞത്. അപ്പോൾ ഞങ്ങളും ഈ ഒരു വിവാഹത്തോട് സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാനസികാവസ്ഥയൊക്കെ മനസ്സിലാക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുമെന്നൊക്കെ ഹ്യുനുവിന്റെ അമ്മ പറയുമ്പോഴത്തേക്ക് നിന്റെ മകൻ ഒരു അഡ്വക്കേറ്റ് ഒക്കെ ആണല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി മനസ്സിലാക്കിയതിനു ശേഷമാണ് എന്റെ മകളെ സ്നേഹിച്ചത്. മാത്രമല്ല അവൻ ഒരിക്കലും അവന് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ലാതാക്കുന്ന ഒരു വ്യക്തിയല്ല. എല്ലാ കാര്യവും മുൻകൂട്ടി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമായിരുന്നു ഇത്രയും കാര്യങ്ങളൊക്കെ അവൻ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നും എല്ലാം അവന്റെ കണക്കുകൂട്ടൽ കൊണ്ട് മാത്രം നടന്നതാണെന്നുമൊക്കെ ഹേന്റെ അമ്മയും പറയുകയാണ്. അതൊക്കെ കേട്ടിട്ട് ഹ്യുനുവിന്റെ അമ്മയ്ക്ക് ഒരുപാട് വിഷമവും വന്നിട്ടുണ്ടായിരുന്നു. തന്റെ മകൻ വിവാഹം കഴിച്ച് പോയിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ഫാമിലിയിലാണല്ലോ എന്നൊക്കെ ഓർക്കുമ്പോഴത്തേക്കും അമ്മയ്ക്കും ഒരുപാട് വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരുന്നു ഡിവോഴ്സ് ചെയ്യുന്നതിൽ അവനെ അനുകൂലിച്ചൊക്കെ അമ്മ സംസാരിച്ചതും. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.